രാത്രിയിൽ കേബിൾ ബന്ധം വിച്ഛേദിക്കപ്പെടുമ്പോൾ ബ്രിട്ടൻ ഉറക്കത്തിലായിരുന്നു. ആരും ഒന്നും അറിഞ്ഞില്ല. ചെൽട്ടൻഹാമിലെ ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ സെന്ററിലെ ഒരു ഡാറ്റ അനലിസ്റ്റ് ആയിരുന്നു വടക്കൻ കടലിന്റെ മാപ്പിന് മേൽ ഒരു ലൈറ്റ് മാത്രം കത്തുന്നതായി ശ്രദ്ധിച്ചത്. ഇതിനർത്ഥം ബ്രിട്ടനും ജർമ്മൻ തീരത്തിനും ഇടയിലുള്ള ആശയവിനിമയം തകർന്നു എന്നാണ്. ഇത് തികച്ചും സാധാരണ സംഭവം മാത്രം. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി സമുദ്രാനന്തര കേബിളുകൾ അറിയാതെ തന്നെ എല്ലാ ആഴ്ചയും മുറിയാറുണ്ട്. സമുദ്രത്തിനടിയിൽ നടക്കുന്ന ഭൂചലനങ്ങൾ, അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ, കപ്പലുകളുടെ നങ്കൂരങ്ങൾ എന്നിവയൊക്കെ ഇതിന് കാരണമാകാറുണ്ട്. എന്നാൽ കഴിഞ്ഞ 18 മാസങ്ങളിലായി ഇത്തരത്തിൽ കേബിൾ ബന്ധം വിച്ഛേദിക്കപ്പെടുന്നത് വർദ്ധിച്ചു വരികയാണെന്ന് ടെലികോം ഭീമനായ RETN പറയുന്നു. യൂറോപ്പിനും ഏഷ്യയ്ക്കും ഇടയിലുള്ള ആശയവിനിമയ ബന്ധം മുൻകാലങ്ങളെ അപേക്ഷിച്ച് 70% കൂടുതലായി 2024 മുറിഞ്ഞു എന്നാണ് റിപ്പോർട്ടുകൾ. കേവലം ഒരു കേബിൾ മുറിച്ചതുകൊണ്ട് ഒന്നും സംഭവിക്കില്ല. 60 ഡിജിറ്റൽ പൈപ്പ് ലൈനുകളാണ് ബ്രിട്ടനും വൻകരയ്ക്കുമിടയിലായി സ്ഥാപിച്ചിട്ടുള്ളത്. ഒന്ന് മുറിഞ്ഞാൽ ഡേറ്റകൾ മറ്റു കേബിളുകളിലൂടെ വഴിമാറ്റിവിടും. എന്നാൽ അറ്റ്ലാന്റിക്കിന് കുറുകെയുള്ള പൈപ്പ് ലൈൻ മുഴുവനുമായി വിച്ഛേദിക്കപ്പെട്ടാൽ അത് വൻ നാശനഷ്ടങ്ങളായിരിക്കും സൃഷ്ടിക്കുക. ആദ്യമായി വിമാനത്താവളങ്ങളിലെ ഫ്ലൈറ്റ് ഇൻഫർമേഷൻ ബോർഡുകൾ കണ്ണടയ്ക്കും. ഏതാനും നിമിഷങ്ങൾക്കകം വ്യാപകമായ IT പ്രശ്നം അഭിമുഖീകരിക്കുമെന്ന് മുന്നറിയിപ്പ് വരും. എയർലൈൻ വെബ്സൈറ്റുകളിലേക്ക് പ്രവേശിക്കാൻ കഴിയാതെ യാത്രക്കാർ വലയും. അതുപോലെ ബാങ്ക് കാർഡുകൾ ഉപയോഗിച്ച് പണം വിനിമയം ചെയ്യാൻ കഴിയാതെ വരും. പവർ ഗ്രിഡുകളുടെ പ്രവർത്തനത്തെ പോലും ഇത് ബാധിച്ചെന്നും വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. എന്തായാലും ഇത് വളരെയധികം ആശങ്കയ്ക്ക് വഴിവെക്കുന്ന ഒരു കാര്യം തന്നെയാണ്. റഷ്യ ബ്രിട്ടൻ പ്രതിസന്ധി വന്നപ്പോഴും എല്ലാവരും ഇത് ചർച്ച ചെയ്യുന്നുണ്ട്.